ഡിസംബർ 18 18-ാം ദിനം. പുൽത്തൊട്ടിയിലെ ശിശു. വചനം: ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ലൂക്ക 2:12. വിചിന്തനം: പുൽത്തൊട്ടിയിലെ ശിശു ലോകരക്ഷയാണ്. ദൈവം ചരിത്രത്തിൻ്റെ ഭാഗമായപ്പോൾ വാസസ്ഥലമാക്കിയത് ഒരു എളിയ പുൽത്തൊട്ടിയായിരുന്നു. അങ്ങനെ മനുഷ്യ ചരിത്രത്തിൽ ഒരു പുതിയ പിറവി ബെത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ ആരംഭം കുറിക്കുന്നു. ആർക്കും, ഏറ്റവും എളിയവർക്ക് പോലും സമീപിക്കാൻ കഴിയുന്ന ആ ശിശു ദൈവമാണ്. ലോകത്തിന് ജീവൻ നൽകാൻ പിതാവായ ദൈവം അയച്ച പ്രിയപുത്രനാണ്. വചനം മാംസമായി മണ്ണിൽ അവതരിച്ചതിൻ്റെ ഓർമ്മ ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ഈ ആഗമനകാലത്തിൽ മണ്ണിൻ്റെ മണമുള്ള മക്കളായ നമുക്ക് ആ ശിശുവിലേക്ക് നടന്നെടുക്കാം. അവനെ നമുക്ക് ആരാധിക്കാം. പ്രാർത്ഥന. പിതാവായ ദൈവമേ, ലോകരക്ഷയ്ക്കായി സ്വപുത്രനെ നൽകിയ അങ്ങേ സ്നേഹത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ആ ദിവ്യ ശിശു ഞങ്ങളെ ആശ്ലേഷിക്കുന്ന, കൂടെ നടക്കുന്ന ദിവ്യ സ്നേഹമായി എന്നും കൂടെയുണ്ട്. ആ ദിവ്യ പൈതലിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളും കണ്ണുകളും തുറക്കണമേ. അവൻ്റെ കൊച്ചു വാക്കുകൾക്ക് നേരെ ചെവി കൊടുക്കാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്നേക്കും ആമേൻ. സുകൃത ജപം. പുൽക്കൂട്ടിലെ ഉണ്ണീശോയെ, എൻ്റെ ആശ്രയമേ. പുൽക്കൂട്ടിലെ ഉണ്ണീശോയെ, എൻ്റെ ആശ്രയമേ. പുൽക്കൂട്ടിലെ ഉണ്ണീശോയെ, എൻ്റെ ആശ്രയമേ. ഡിസംബർ 18 18-ാം ദിനം. പുൽത്തൊട്ടിയിലെ ശിശു. വചനം: ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ലൂക്ക 2:12. വിചിന്തനം: പുൽത്തൊട്ടിയിലെ ശിശു ലോകരക്ഷയാണ്. ദൈവം ചരിത്രത്തിൻ്റെ ഭാഗമായപ്പോൾ വാസസ്ഥലമാക്കിയത് ഒരു എളിയ പുൽത്തൊട്ടിയായിരുന്നു. അങ്ങനെ മനുഷ്യ ചരിത്രത്തിൽ ഒരു പുതിയ പിറവി ബെത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ ആരംഭം കുറിക്കുന്നു. ആർക്കും, ഏറ്റവും എളിയവർക്ക് പോലും സമീപിക്കാൻ കഴിയുന്ന ആ ശിശു ദൈവമാണ്. ലോകത്തിന് ജീവൻ നൽകാൻ പിതാവായ ദൈവം അയച്ച പ്രിയപുത്രനാണ്. വചനം മാംസമായി മണ്ണിൽ അവതരിച്ചതിൻ്റെ ഓർമ്മ ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ഈ ആഗമനകാലത്തിൽ മണ്ണിൻ്റെ മണമുള്ള മക്കളായ നമുക്ക് ആ ശിശുവിലേക്ക് നടന്നെടുക്കാം. അവനെ നമുക്ക് ആരാധിക്കാം. പ്രാർത്ഥന. പിതാവായ ദൈവമേ, ലോകരക്ഷയ്ക്കായി സ്വപുത്രനെ നൽകിയ അങ്ങേ സ്നേഹത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ആ ദിവ്യ ശിശു ഞങ്ങളെ ആശ്ലേഷിക്കുന്ന, കൂടെ നടക്കുന്ന ദിവ്യ സ്നേഹമായി എന്നും കൂടെയുണ്ട്. ആ ദിവ്യ പൈതലിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളും കണ്ണുകളും തുറക്കണമേ. അവൻ്റെ കൊച്ചു വാക്കുകൾക്ക് നേരെ ചെവി കൊടുക്കാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്നേക്കും ആമേൻ. സുകൃത ജപം. പുൽക്കൂട്ടിലെ ഉണ്ണീശോയെ, എൻ്റെ ആശ്രയമേ. പുൽക്കൂട്ടിലെ ഉണ്ണീശോയെ, എൻ്റെ ആശ്രയമേ. പുൽക്കൂട്ടിലെ ഉണ്ണീശോയെ, എൻ്റെ ആശ്രയമേ. ഡിസംബർ 18 18-ാം ദിനം. പുൽത്തൊട്ടിയിലെ ശിശു. വചനം: ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം.
പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ലൂക്ക 2:12. വിചിന്തനം: പുൽത്തൊട്ടിയിലെ ശിശു ലോകരക്ഷയാണ്. ദൈവം ചരിത്രത്തിൻ്റെ ഭാഗമായപ്പോൾ വാസസ്ഥലമാക്കിയത് ഒരു എളിയ പുൽത്തൊട്ടിയായിരുന്നു. അങ്ങനെ മനുഷ്യ ചരിത്രത്തിൽ ഒരു പുതിയ പിറവി ബെത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ ആരംഭം കുറിക്കുന്നു. ആർക്കും, ഏറ്റവും എളിയവർക്ക് പോലും സമീപിക്കാൻ കഴിയുന്ന ആ ശിശു ദൈവമാണ്. ലോകത്തിന് ജീവൻ നൽകാൻ പിതാവായ ദൈവം അയച്ച പ്രിയപുത്രനാണ്. വചനം മാംസമായി മണ്ണിൽ അവതരിച്ചതിൻ്റെ ഓർമ്മ ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ഈ ആഗമനകാലത്തിൽ മണ്ണിൻ്റെ മണമുള്ള മക്കളായ നമുക്ക് ആ ശിശുവിലേക്ക് നടന്നെടുക്കാം. അവനെ നമുക്ക് ആരാധിക്കാം. പ്രാർത്ഥന. പിതാവായ ദൈവമേ, ലോകരക്ഷയ്ക്കായി സുപുത്രനെ നൽകിയ അങ്ങേ സ്നേഹത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ആ ദിവ്യ ശിശു ഞങ്ങളെ ആശ്ലേഷിക്കുന്ന, കൂടെ നടക്കുന്ന ദിവ്യ സ്നേഹമായി എന്നും കൂടെയുണ്ട്. ആ ദിവ്യ പൈതലിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളും കണ്ണുകളും തുറക്കണമേ. അവൻ്റെ കൊച്ചു വാക്കുകൾക്ക് നേരെ ചെവി കൊടുക്കാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്നേക്കും ആമേൻ. സുകൃത ജപം. പുൽക്കൂട്ടിലെ ഉണ്ണീശോയെ എൻ്റെ ആശ്രയമേ, പുൽക്കൂട്ടിലെ ഉണ്ണീശോയെ എൻ്റെ ആശ്രയമേ, പുൽക്കൂട്ടിലെ ഉണ്ണീശോയെ എൻ്റെ ആശ്രയമേ.